ഹായ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ തയ്യാറാക്കിയാലോ? അപ്പോൾ നമുക്ക് കുക്കറിൽ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള എഗ്ഗ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ദേനു ബേബി ഉണ്ട് കേട്ടോ. ദേനു ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണിത് കേട്ടോ, ഈ ഒരു എന്താ പറയുക, എഗ്ഗിൻ്റെ തൊലി പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സെയിം കുക്കറിൽ തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ മല്ലിയില അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ക്യുമിൻ സീഡ് പൊടിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ലാസ്റ്റാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പിടാൻ മറന്നു പോകരുത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ഹെയറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോ എന്തൊക്കെയാണ് വേണ്ട അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ പച്ചമുളക് 2 യൂസ് ചെയ്തത് കൊണ്ട് തന്നെ, ചെറിയ ആൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കുരുമുളക് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരിവായ അവൻ കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് എഗ്ഗ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ മസാലേസൊക്കെ അതിലും കൂടെ പിടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് 2 എഗ്ഗ് വെച്ചിട്ട് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ പൂരിയാണ് കേട്ടോ, ഇവിടെ എല്ലാവർക്കും പൂരി മുട്ട റോസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പൂരി ഒന്ന് കോക്കനട്ട് ഓയിൽ, പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ, എന്താ പറയുക, ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള പൂരിയാണ് കേട്ടോ, മൈദ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ അതും കൂടെ നല്ലോണം ഒരു 6 പൂരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഈ ഒരു മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങളുടെ ഡിന്നറാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഈ ഡിന്നറിന് ഇതായിരുന്നു പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിന്നറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അതിൻ്റെ കൂടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.